നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കും. അന്വേഷണ ചുമതല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOക്ക്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൂരം നടത്തിപ്പ് എല്ലാവരുടെയും യോജിച്ചുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും സമൂഹമാധ്യമങ്ങളിൽ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചരണവും ഈ ഘട്ടത്തിൽ ഭൂഷണമല്ലെന്നും MV ഗോവിന്ദൻ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ കാരണം വ്യക്തമാകേണ്ടത് അനിവാര്യമാണെന്നും പെസോ അധികൃതർ സ്ഥലം സന്ദർശിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെന്നും എല്ലാവരുടെയും കൂട്ടായ്മയിൽ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ടെന്നും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി. കുടിവെള്ളം കിട്ടാക്കനി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ചേർന്ന് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പിയിലാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. വാർത്തകൾ വിശദമായി. വെടിക്കെട്ടപകടം RDO അന്വേഷിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ ഉത്തരവിട്ടു. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തി. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയും അവരോടൊപ്പമെന്നും പൂരം നടത്തിപ്പ് എല്ലാവരുടെയും യോജിച്ചുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചരണവും ഈ ഘട്ടത്തിൽ ഭൂഷണമല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ വിദ്വേഷ പ്രചാരവേലയും ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. എന്തും എഴുതാനും എന്തും പറയാനും അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭത്തിൽ അതിനെ തെറ്റായ രീതിയിലേക്ക് തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പാടുള്ളതല്ല. അപകടത്തിന്റെ കാരണം വ്യക്തമാവേണ്ടത് അനിവാര്യമാണെന്നും പെസോ അധികൃതർ സ്ഥലം സന്ദർശിക്കുമെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കരുതലാണ് ഇത്. എല്ലാവരുടെയും കൂട്ടായ്മയിൽ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പെസോയുടെ ഇതല്ലാതെ ഏതൊക്കെ ഏജൻസികളിൽ അന്വേഷണത്തിന് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ ഭരണാധികാരിയും കൂടി ചീഫ് സെക്രട്ടറി വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരാ അതിന് ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരോട് അറിയിക്കുന്നതനുസരിച്ച് മറ്റേതൊക്കെ ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് വേണം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളുമായിട്ട് തീരുമാനമാകും. നാളെ ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ. അതിൻ്റെ കാരണവും നമുക്കൊപ്പം കണ്ടുപിടിക്കണം. കുടിവെള്ളം കിട്ടാക്കനിയായി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടന്നു. അടുത്ത് വന്ന് നിൽക്കുന്ന ടാങ്കർ ലോറി എന്തിനാന്ന് ചോദിച്ചപ്പോ കുളിപ്പിക്കാൻ എടുക്കുന്ന നേരത്ത് വെള്ളം കൊണ്ടുവന്നതാണ്. ഞാനും പറയാൻ കേൾക്കാനുണ്ടോ? ഇവരെന്തിനാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്? ഒരു നിമിഷം പോലും ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പൂതങ്കോട് ഭാഗത്തു നിന്നെത്തിയ സമരക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ച് പ്രതിഷേധിച്ചു. നിവേദനവും നൽകി. മുടങ്ങിപ്പോയ കുടിവെള്ള പദ്ധതികളുടെ റിപ്പയർ പണികൾ തീർക്കുക, പുതിയ പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കുക, അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളായ CN ശിവദാസൻ, CK ഹരിദാസ്, CB ഹംസ, ശോഭ വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് ആരംഭിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുത്തിയിരിപ്പ് സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഷൈജു ഉദ്ഘാടനം ചെയ്തു. TU മുരളീകൃഷ്ണൻ, TB രാമദാസ്, UJ ഹരിഗോവിന്ദൻ, ഗോപിനാഥ് പൊന്നാനി, പ്രതിഭ പൂതങ്കോട്, CO സദാനന്ദൻ, MC പൊന്നുകുട്ടൻ, നൌഷാദ് കരിമ്പ, ജെയ്സൺ ചാക്കോ, TC സന്തോഷ്, KR മനുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിലെ പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല കുടുംബശ്രീക്ക്. സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിലെ പാഠപുസ്തകങ്ങളുടെ വിതരണമാണ്
18ഓളം CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. ഇത്തരം ജോലി ഏറെ അഭിമാനം തോന്നുന്നുവെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ജോലികളും ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ പ്രവർത്തനം. ഷൊർണൂരിലുള്ള സെൻട്രൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിലെ പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നുള്ള 18ഓളം വരുന്ന CDS പ്രവർത്തകരാണ് ബുക്ക് വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സൂപ്പർവൈസർ വിനോദിനിയുടെ നേതൃത്വത്തിലാണ് ബുക്കുകളുടെ വിതരണം. ഇത്തരം ജോലികൾ ഏറെ സന്തോഷമുണ്ടെന്ന് ജോലിയിൽ ഏർപ്പെട്ട CDS അംഗമായ സൗമ്യ പറഞ്ഞു. ഞങ്ങൾ ഷൊർണൂർ കുളപ്പുള്ളി ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ മുഴുവനും. പിന്നെ ഞങ്ങൾ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. കുടുംബശ്രീ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ. ഈ ജോലിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഞങ്ങൾ കൊറോണ ടൈമിലാണ് ഇവിടെ കയറിയത്. അന്ന് ആരും പുറത്തിറങ്ങാത്ത ടൈമായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ ജോലി ചെയ്ത് അന്ന് ആരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. വീട്ടുണ്ട് ഞങ്ങൾ തന്നെയാണ് അത്. ഞങ്ങൾ ലേഡീസുകൾ തന്നെയാണ് അവിടെ സ്കൂളുകളിൽ പോയിട്ടും ഇറക്കി കൊടുക്കുന്നതൊക്കെ. 18 പേരുണ്ട്. ഓരോ സെന്ററുകളിലേക്കും കൊണ്ടുപോകുന്ന ബുക്കുകളുടെ വിവരങ്ങളും കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തും. ഇതുകൂടാതെ ഓരോ സ്കൂളുകളിലേക്കുമുള്ള ബുക്കുകൾ ഇവർ തന്നെ വേർതിരിച്ച് അടുക്കിവെച്ച നിലയിലായിരിക്കും. കോവിഡ് വന്നതിന് ശേഷമാണ് പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല കുടുംബശ്രീക്ക് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ 6 വർഷമായി ഇവർ ഈ ജോലിയിൽ ഏർപ്പെട്ടു വരുന്നു. ഹോട്ടലുകൾ നടത്തിയും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലും മാത്രമല്ല, കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ജോലികളും കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കാണുന്ന കുടുംബശ്രീ പ്രവർത്തകർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൺമറഞ്ഞ ദേശീയ ഫുട്ബോൾ താരം സിനാൽ ജലീലിന്റെ നിര്യാണത്തിൽ ഇറാൻ ഗ്രൂപ്പ് വെൽഫെയർ ട്രസ്റ്റ് അനുസ്മരിച്ചു. പത്തിരിപ്പാല അലയൻസ് അരീന ടർഫിൽ നടന്ന അനുസ്മരണ യോഗം മുൻ കേരള ഫുട്ബോൾ താരങ്ങളായ CM മുഹമ്മദ് ഹനീഫ, TM സുധീർ എന്നിവർ ചേർന്ന് ഫുട്ബോൾ കളിക്കാർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ റിട്ടയേർഡ് SI സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ KKA റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, ജാഫർ പത്രിപാല, ലീല ബാലകൃഷ്ണൻ, PA സാദിഖ്, അനസ്, കമറുദ്ദീൻ, അബ്ദുൾ റസാഖ്, ഷമീർ, അൽത്താഫ് എന്നിവർ സംസാരിച്ചു. കടുത്ത വേനലിൽ ജലാശയങ്ങളെല്ലാം വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ ജലസമൃദ്ധിയിലാണ് വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ ദേവിച്ചിറക്കുളം. പഞ്ചായത്തിലെ 15ാം വാർഡിലാണ് 7.5 ഏക്കറോളം വിസ്തൃതിയിൽ നാടിനാകെ ജലവിധാനമൊരുക്കുന്ന ദേവച്ചിറക്കുളം സ്ഥിതി ചെയ്യുന്നത്. 2023-24 കാലഘട്ടത്തിൽ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ 2,68,00,000 രൂപ ചിലവഴിച്ചാണ് കുളം നവീകരിച്ചത്. ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി കുളത്തിന് ചുറ്റും നടപ്പാത നിർമ്മിച്ചു. ഓപ്പൺ ജിമ്മിനു വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും ഓപ്പൺ കിണർ നിർമ്മിച്ച് കുടിവെള്ളത്തിനും ഈ കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കുന്നങ്കാട്, പുറശ്ശേരി, മയിലാടിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഈ കുളത്തെ ആശ്രയിക്കുന്നത്. കുന്നങ്കാട് ഉന്നതിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും ഇവിടെ നിന്നാണ്. പ്രദേശത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാണ് കുളം നവീകരിച്ചത്. പലയിടങ്ങളിലും വേനൽ രൂക്ഷമായാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂട്ടുമ്പോൾ വരവൂരിലെ ദേവിച്ചിറക്കുളം കാർഷിക ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി പ്രയോജനപ്പെടുത്താനാകുന്നുണ്ട്. 33ഓളം കുളങ്ങളാണ് വരവൂർ പഞ്ചായത്തിലുള്ളതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറഞ്ഞു. വരവൂർ പഞ്ചായത്തിലെ ഏകദേശം 33ഓളം കുളങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കുളമാണ് ദേവിച്ചിറക്കുളം. 7.5 ഏക്കർ സ്ഥലമാണ് ആ കുളത്തിൻ്റെ വിസ്തൃതി. 2023-24 കാലഘട്ടത്തിൽ ബഹുമാന്യ യുവാർ പ്രദീപ് MLA നേതൃത്വം കൊടുത്ത് 2,68,00,000 രൂപ ഫണ്ട് വകയിരുത്തിയാണ് ആ കുളത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജലസമൃദ്ധിയായിട്ട് ആ കുളം നിൽക്കുന്നത്. കുളത്തിന് സമീപം 3 ഉന്നതികളുണ്ട്. കുന്നങ്കാട്, പുറശ്ശേരി, മയിലാടി. ആ ഉന്നതികളിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗപ്പെടുത്തുന്ന, കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന കുളമാണ്. അതുപോലെ തന്നെ ചേലൂര്, തളി, ഇരുട്ടാണം പാടശേഖരങ്ങളെ ബഹുഭൂരിപക്ഷം കൃഷിക്കാരും ഉപയോഗപ്പെടുത്തുന്ന ഒരു കുളമാണ്. അപ്പോൾ അതിനെ ജലസംഭരണിയാക്കി മാറ്റി കൃഷിക്കാർക്ക് ആവശ്യം കൊടുക്കാനും മറ്റ് പൊതുജനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ നവീകരണം നടത്തി തീർത്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് കൂടെ നടപ്പാത ഉൾപ്പെടെ നിർമ്മിച്ച് ഓപ്പൺ ജിം ഉൾപ്പെടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി ആക്കി മാറ്റി ഇത്ര വിപുലമായ രീതിയിലേക്ക് അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കുന്ന രീതിയാണ് തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവ് പൂര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കൊടിയേറ്റത്തിന് അകമ്പടിയായി പഞ്ചവാദ്യം ഉണ്ടായി. തുടർന്ന് സദനം ജിതിന്റെ നേതൃത്വത്തിൽ പ്രത്യേക തായമ്പകയും അരങ്ങേറി. ഏപ്രിൽ 25 ശനിയാഴ്ചയാണ് പൂരം. പൂരത്തിന്റെ ഭാഗമായി 11 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂരം ദിവസം രാവിലെ സോപാന സംഗീതം, തുടർന്ന് പഞ്ചാരി മേളം, വൈകുന്നേരം വിവിധ വേലകളുടെ വരവ്, തുടർന്ന് ഡബിൾ തായമ്പക, അതിനുശേഷം ദേവി ചണ്ഡിക ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീ ആദിശങ്കരരുടെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ശൃംഗേരി ശ്രീ ശാരദാംബൾ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയും പാലക്കാട് ശൃംഗേരി മഠവും സംയോജിച്ച് ശങ്കരജയന്തി ആഘോഷ നാമജപ വേദഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വേദഘോഷയാത്ര ശൃംഗാരിമഠം ധർമാധികാരി കരിമ്പുഴ രാമൻ ഉദ്ഘാടനം ചെയ്തു. കൽപ്പാത്തി രാമധ്യാന മഠത്തിൽ നിന്നും ആരംഭിച്ച 12ാം തെരുവ്, കൽച്ചട്ടി തെരുവ്, ചാത്തപുരം, പഴയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, വൈദ്യനാഥപുരം, പുതിയ കൽപ്പാത്തി എന്നീ അഗ്രഹാരങ്ങളിലൂടെ പ്രദക്ഷിണം വെച്ച് രാമധ്യാന മഠത്തിൽ സമാപിച്ചു. വേദഘോഷത്തിന് ശൃംഗേരി ശ്രീ ശാരദാംബാൾ ക്ഷേത്രം വേദപാഠശാല അധ്യാപകരായ നിർമ്മൽ, ദാരഹാസ്, സായി കൃഷ്ണ, കാർത്തിക്, ഷെഹാദ്രി, കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭാ ഭാരവാഹികളായ പ്രസിഡന്റ് പി കാശി വിശ്വനാഥൻ, സെക്രട്ടറി ടി സന്താന ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് പി കെ രാമൻ, സെക്രട്ടറി ആർ വെങ്കിടാചലം, എം ആർ കൃഷ്ണൻ, എ വി രാജൻ, കെ വി കൃഷ്ണമണി, എം നാരായണൻ, വനിതാ വിഭാഗം സെക്രട്ടറി ലളിത ഗണേശൻ, ശ്യാമള കൂടാതെ അഗ്രഹാര നിവാസികൾ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ ജില്ലാ കലക്ടർ ഷിഗ സുരേന്ദ്രൻ. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കും. അന്വേഷണ ചുമതല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDO-ക്ക്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൂരം നടത്തിപ്പ് എല്ലാവരുടെയും യോജിച്ചുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചരണവും ഈ ഘട്ടത്തിൽ ഭൂഷണമല്ലെന്നും MV ഗോവിന്ദൻ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ കാരണം വ്യക്തമാകേണ്ടത് അനിവാര്യമാണെന്നും പെസോ അധികൃതർ സ്ഥലം സന്ദർശിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെന്നും എല്ലാവരുടെയും കൂട്ടായ്മയിൽ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ടെന്നും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി. കുടിവെള്ളം കിട്ടാക്കനി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ചേർന്ന് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പിയിലാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.